എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ആലപ്പുഴ പട്ടണത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി പഴയവീട് ജംഗ്ഷന് സമീപമുള്ള പഴയവീട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മീനമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവം. സുപ്രസിദ്ധമായ ഗരുഡൻ തൂക്കം എന്ന മഹൽ ചടങ്ങ് വർഷം തോറും ഒന്നിനൊന്ന് മെച്ചമായി ഇവിടെ നടത്തിപ്പോരുന്നു. മീനഭരണി ഭഗവതിയുടെ തിരുനാളാണ്. രേവതി, അശ്വതി, ഭരണി എന്നീ 3 ദിവസങ്ങളിലും താലപ്പൊലി, കുത്തിയോട്ടം, അമ്മൻകുടം, പടയണി, ഒറ്റത്തൂക്കം ഇരു കരയോഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളും ഉത്സവകാലത്ത് നടത്തിവരുന്നു. ഇരു കരയോഗങ്ങളുടെയും ആഭിമുഖ്യത്തിലുള്ള ഗരുഡൻ ചാട് തെക്കുനിന്നും വടക്കുനിന്നും ഒരേ സമയത്ത് പുറപ്പെടുകയും സൂര്യോദയത്തിനു മുമ്പായി ഇരു ചാടുകളും ക്ഷേത്രത്തിന് തിരുമുമ്പിൽ എത്തിച്ചേരുകയും ചെയ്യും. 41 കവര തീവട്ടികളാണ് ഗരുഡൻ ചാടിന് വെളിച്ചം പകരുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ഡിതനും സാത്വികനുമായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ മലബാർ പ്രദേശത്തുണ്ടായ കലാപത്തെ തുടർന്ന് തൻ്റെ കുടുംബ പരദേവതയായ ഭദ്രകാളിയെ വിട്ടുപോരേണ്ടി വന്നതിൽ മനം നൊന്ത് പ്രാർത്ഥിക്കവേ സ്വപ്നത്തിൽ ഒരു അരുളപ്പാടുണ്ടായി. പ്രാണരക്ഷാർത്ഥം നീ തെക്ക് ദിശയിലേക്ക് യാത്രയാവുക, നിന്റെ കൂടെ ഞാനും ഉണ്ടാവും എന്ന്. അതനുസരിച്ച് ആ ബ്രാഹ്മണൻ യാത്രയാവുകയും വഴിമധ്യേ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹം കുറച്ചു ദിവസം അവിടെ വിശ്രമിച്ച് ഭഗവതിയെ ഭജിക്കുകയും ചെയ്തു. ഭഗവതിയെ ഭജിച്ചതിൻ്റെ ഫലമായി ദേവി പ്രത്യക്ഷപ്പെടുകയും ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ആഗ്രഹം അനുസരിച്ച് തൻ്റെ ആരാധനാമൂർത്തിയായ ഭദ്ര കൂടെ ഉണ്ടാവുമെന്നും അരുളി ചെയ്തു. ആഗ്രഹസാഫല്യം നേടിയ ബ്രാഹ്മണശ്രേഷ്ഠൻ ഒരു ചൂരൽ വടിയിൽ ദേവിയെ ആവാഹിച്ച് വീണ്ടും തെക്കോട്ട് യാത്രയായി. പിൽക്കാലത്ത് ചന്ദനക്കാവ് എന്നറിയപ്പെടുന്ന ചാന്തനാട് കാവിൽ എത്തിച്ചേരുകയും വിശ്രമത്തിന് ശേഷം പ്രഭാതകർമ്മങ്ങൾക്കായി അടുത്തു കണ്ട നദീമുഖത്ത് പോവുകയും ചെയ്തു. നദീമുഖത്ത് തൻ്റെ ഭാണ്ഡവും ദേവിയെ ആവാഹിച്ച ചൂരൽവടിയും ഭദ്രമായി വെച്ച് പ്രഭാതകർമ്മങ്ങൾ നടത്തി തിരികെ എത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദേവീ ചൈതന്യം ഉൾക്കൊണ്ട തൻ്റെ ചൂരൽവടിയിൽ ദേവീ ചൈതന്യം കാണാതെ വളരെയധികം വിഷമിക്കുകയും ദുഃഖിതനാവുകയും തത്സമയം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിച്ച വെളിച്ചത്തിൽ ഒട്ടും അകലെയല്ലാതെ ഒരു വൃക്ഷച്ചില്ലയിൽ ഊഞ്ഞാലിൽ അതിമനോഹരിയും തേജസ്വിയുമായ ഒരു പെൺകുട്ടി ഇരുന്ന് ആടുന്നതാണ് കണ്ടത്. ബ്രാഹ്മണശ്രേഷ്ഠൻ ദിവ്യദൃഷ്ടിയിൽ അത് താൻ ചൂരൽവടിയിൽ ആവാഹിച്ചു കൊണ്ടുവന്ന ഭദ്ര തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ഭദ്രയെ വീണ്ടും ചൂരൽവടിയിൽ ആവാഹിക്കുകയും ചെയ്തു. തുടർന്ന് തെക്കുഭാഗത്തേക്ക് യാത്ര തുടരുകയും ചെയ്തു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും പ്രമുഖ സ്ഥാനിയും മാന്ത്രികനുമായ മുട്ടത്ത് കളമ്പൂക്കാട്ട് വലിയ കുറുപ്പുമായി സന്ധിക്കുവാൻ ഇടയാവുകയും കുറുപ്പ് ബ്രാഹ്മണനെ തൻ്റെ കുടുംബത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വലിയ കാരണവരായ യജമാനസ്ഥാനത്തുള്ള കുറുപ്പിൻ്റെ പേര് ചെമ്പകരാമക്കുറുപ്പ് എന്നായിരുന്നു. ബ്രാഹ്മണനായ യോഗി ക്ഷണം സ്വീകരിച്ച് കുറുപ്പിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വേണ്ട എല്ലാ സൗകര്യങ്ങളും കുറുപ്പ് ചെയ്തു കൊടുത്തു. കുളമ്പൂക്കാട്ട് കുറുപ്പ് കരനാഥനും കളരിയാശാനും മന്ത്രതന്ത്രാദികളിൽ അതിനിപുണനുമായിരുന്നു. കുറുപ്പ് തൻ്റെ കൂടെ വന്നിരിക്കുന്ന ബ്രാഹ്മണ യോഗി അസാമാന്യ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ വകയായ മുട്ടത്തു കളരിയിൽ ദേവീ ചൈതന്യം ആവാഹിച്ചിരുന്ന ചൂരൽവടി വെച്ച് ആരാധിക്കുന്നതിനും പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതോടെ മുട്ടത്ത് കളരി പ്രസിദ്ധമായി. തുടർന്ന് ആ യോഗി കുറുപ്പിൻ്റെ കുടുംബത്തിലെ ഒരംഗമായി കഴിയുകയും ചെയ്തു. കളരിയിൽ നിത്യസന്ദർശകനായ മുട്ടത്ത് കുടുംബത്തിലെ വലിയ കാരണവർ ചെമ്പകരാമക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ചൂരൽവടിയിൽ പ്രകാശപൂരിതമായി ശോഭിക്കുന്ന ഒരു ഭദ്രയുടെ രൂപം തെളിഞ്ഞുകൊണ്ടു. ശക്തിയുള്ള ഒരു ഭദ്രയാണെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് ഭക്തിപൂർവ്വം ആ ചൂരൽവടി എടുത്ത് കളരിപീഠത്തിന് സമീപം ആരും കാണാത്ത വിധം സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം കുറുപ്പ് പ്രഭാത സവാരിക്ക് പോയി. പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് ആരാധനയ്ക്ക് വേണ്ടി കളരിയിലെത്തിയ ബ്രാഹ്മണശ്രേഷ്ഠൻ തൻ്റെ പരദേവത നഷ്ടപ്പെട്ടതായി മനസ്സിലാവുകയും ദുഃഖം സഹിക്കാതെ കളരിപ്പടിയിൽ തലതല്ലി ബ്രാഹ്മണശ്രേഷ്ഠൻ മരിക്കുകയും ചെയ്തു. നിണം ധാരധാരയായി ഒഴുകുന്ന തേജോരൂപിയായ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് കഠോരഹൃദയനായ വലിയ കുറുപ്പ് ഞെട്ടിപ്പോയി. വലിയ കുറുപ്പ് തന്നെ പശ്ചാത്താപ വിവശനായി ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മൃതദേഹം ആചാരപ്രകാരം യഥാവിധി സംസ്കരിച്ചു. ആ ബ്രാഹ്മണശ്രേഷ്ഠനാണ് ബ്രഹ്മരക്ഷസായി പഴയവീട് ഭഗവതി ക്ഷേത്രത്തിൽ
കന്നികോണിൽ കുടികൊള്ളുന്നത്. ബ്രഹ്മരക്ഷസിന് പാൽപ്പായസ നിവേദ്യവും നടത്തിയതിന് ശേഷമേ ഭഗവതിക്കും മറ്റ് ഉപദേവതകൾക്കും നിവേദ്യം നടത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഭദ്രദീപവും ഉപദേവതമാർക്കും കത്തിക്കുകയുള്ളൂ. മുട്ടത്തുകാരണവരായ ചെമ്പകരാമക്കുറുപ്പും കൈതവനക്കരയിലെ ഉഗ്രപ്രതാപിയും മന്ത്രതന്ത്രങ്ങളിൽ പ്രമുഖനും ആയോധനകലയിൽ അതിനിപുണനുമായിരുന്ന കോണിശ്ശേരി കുടുംബക്കാരണവരുമായിരുന്ന കൃഷ്ണപ്പണിക്കരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം ഇവർ അവിചാരിതമായി കണ്ടുമുട്ടി. കൃഷ്ണപ്പണിക്കരെ ചെമ്പകരാമക്കുറുപ്പ് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ദേവീ ചൈതന്യം ഉൾക്കൊണ്ട ചൂരൽവടി കിട്ടിയ വിവരവും ബ്രാഹ്മണന്റെ ആത്മഹത്യയും എല്ലാ വിവരവും പണിക്കരാശാൻ ഗ്രഹിച്ചു. മുട്ടത്ത് കളരിക്കുറുപ്പിൽ നിന്നും തന്ത്രപരമായി കോണിശ്ശേരി പണിക്കർ ദേവിയുടെ ചൈതന്യം ഉൾക്കൊണ്ട ചൂരൽവടി കൈക്കലാക്കി. പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ തർക്കമായി. വടക്കുദിശയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് കുറുപ്പും തെക്കുദിശയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് പണിക്കരും ശഠിച്ചു. മന്ത്രതന്ത്ര വിദ്യകൾ കൊണ്ട് പരസ്പരം മത്സരിക്കാതെ അവർ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. വടക്കും തെക്കുമല്ലാതെ മധ്യഭാഗത്ത് പ്രതിഷ്ഠ നടത്താമെന്ന് തീരുമാനിച്ചു. അതിപുരാതന കാലത്ത് ലോഹമണൽ കൊണ്ട് നിറഞ്ഞതും കാടുപിടിച്ചതും തിരുവമ്പാടി ദേവസ്വത്തിൽപ്പെട്ടതുമായ നാറാണത്തുവെളി എന്ന സ്ഥലത്ത് ഒരു പഴയ വീടുള്ളതായി കണ്ടു. ഈ സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠയ്ക്കും പറ്റിയതാണെന്ന് കാണുകയാൽ അവർ ഇരുവരും ആ വഴിക്ക് നീങ്ങി. ഈ സ്ഥലവും പഴയ വീടും ദേവീപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അതിൻ്റെ ഉടമസ്ഥരായ ഇല്ലക്കാരോട് ആവശ്യപ്പെടുകയും അവർ സർവാത്മന അതിന് സമ്മതിച്ച് കൊണ്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. നാറാണത്തുവെളി എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പഴയ വീടിൻ്റെ നടുക്കുണ്ടായിരുന്ന മുറിയിൽ ഭദ്രകാളി ദേവിയുടെ ചൈതന്യം ഒരു കണ്ണാടി ബിംബത്തിൽ ആവാഹിച്ച് ബിംബവും ചൂരൽവടിയും ഭക്തിപൂർവ്വം ഭദ്രാദേവിയുടെ മന്ത്രോച്ചാരണങ്ങളോടെ അവർ ഇരുവരും കൂട്ടായി പ്രതിഷ്ഠിച്ചു. വിഗ്രഹം കിഴക്കോട്ട ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. മഹാരൗദ്രയും ശക്തിസ്വരൂപിണിയുമായ ഭദ്രകാളിയാണ് ദേവീ വിഗ്രഹമെന്ന് പ്രാർത്ഥനയിൽ മുഴുകിയ അവരുടെ ഉൾക്കണ്ണുകൾ അറിയിച്ചു. ജീർണിച്ച പഴയ വീട്ടിൽ ദേവിയെ പ്രതിഷ്ഠിച്ചതു കാരണം പഴയ വീട് ഭഗവതി എന്ന പേര് സിദ്ധിച്ചു. മുട്ടത്ത് കുടുംബക്കാരുടെയും കോണിശ്ശേരി കുടുംബക്കാരുടെയും അധീനതയിലായിരുന്നു ക്ഷേത്രം. അവർ ഇരു കൂട്ടരും വളരെ കാലം ക്ഷേത്രഭരണം നടത്തിപ്പോന്നു. പിന്നീട് ഇരുകരകളിലെയും നായർ ഭവനങ്ങളിലെ ഏതാനും പേരെ കൂടി ഉൾപ്പെടുത്തി ക്ഷേത്രഭരണം നടത്തുന്നതിന് 1113 മീനമാസം 15 തീയതി ഒരു ഉടമ്പടി എഴുതിയുണ്ടാക്കുകയും അതിനനുസരിച്ച് ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടു പോരുകയും ചെയ്തു. ഇപ്പോൾ കൈതവന NSS കരയോഗം 856 തിരുവമ്പാടി NSS കരയോഗം 1790 സംയുക്ത പൊതുയോഗം കൂടുകയും 1975 ഇരുകരക്കാരുടെയും മേൽനോട്ടത്തിൽ ഭരണം വരത്തക്ക വിധത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയും അതിന് പ്രകാരം ഇപ്പോൾ ക്ഷേത്രഭരണം നടന്നുവരികയുമാണ്. മീനമാസത്തിലെ ഭരണിനാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. സുപ്രസിദ്ധമായ ഗരുഡൻ തൂക്കം എന്ന മഹൽ ചടങ്ങ് എല്ലാ വർഷവും വളരെ ഭംഗിയായി ഇവിടെ നടന്നുവരുന്നു. മേളക്കൊഴുപ്പിൽ ചാടിൽ ഗരുഡൻ കയറിപ്പറ്റുന്ന കാഴ്ച വളരെ മനോഹരമാണ്. കേരളത്തിലെ പ്രഗത്ഭരായ മേളക്കാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പേടി മാറുന്നതിനു വേണ്ടി കുട്ടികളെ ഗരുഡനെ ഏൽപ്പിക്കുകയും ഗരുഡൻ 3 പ്രാവശ്യം ഉഴിഞ്ഞ് തിരികെ ഏൽപ്പിക്കുന്ന ചടങ്ങിനും അന്നേ ദിവസം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കുഞ്ഞുങ്ങളുമായി എത്തിച്ചേരുന്നവരുടെ തിരക്ക് വർഷം തോറും ഏറി വരുന്നു. ഈ ഗരുഡൻ തൂക്കത്തിന് ദാരികവധവുമായി ബന്ധമുണ്ട്. ദാരികൻ്റെ വെട്ടിയെടുത്ത ശിരസും ചോരയൊലിച്ചിറങ്ങുന്ന വാളുമായി ആകെ കലിപൂണ്ട് ആർത്തലറിക്കൊണ്ട് അതിവേഗം പാഞ്ഞു പോകുന്ന ദേവിയെ കലിയടക്കി ശാന്തയാക്കിയില്ലെങ്കിൽ ലോകം തന്നെ നാശത്തിലെത്തുമെന്ന് കണ്ട് അനവധി ദേവന്മാരും മഹർഷിമാരും വന്ന് സമാധാനിപ്പിച്ചിട്ടും സ്തുതിച്ചിട്ടും പ്രയോജനമില്ലെന്ന് കണ്ട് പിതാവായ പരമശിവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് വിലങ്ങനെ കിടന്നിട്ടും പരമശിവനെയും കവച്ചു കടന്ന് ചാടിപ്പോകാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഗരുഡവാഹനത്തിൽ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഗരുഡൻ്റെ ചിറകിൽ നിന്നും ഒരു തൂവൽ പറിച്ചെടുത്ത് അതിലുണ്ടായിരുന്ന രക്തത്തുള്ളി ദേവിയുടെ നാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അമൃതമായ രക്തം പാനം ചെയ്തതോടുകൂടി ദേവിയുടെ കലി താനേ അടങ്ങി ദേവി മാതൃതുല്യം ശാന്തയായി തീരുകയും ചെയ്തു. ശാന്തസ്വരൂപിണിയായ ദേവി അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും അനുഗ്രഹിക്കുകയും 3 പ്രാവശ്യം പിതാവായ ശിവനെ വലം വയ്ക്കുകയും ചെയ്തു. അതാണ് ചാടിൽ നിന്നും ഗരുഡനിറങ്ങി ദേവിയെ 3 പ്രാവശ്യം വലം വയ്ക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഗരുഡൻ തൂക്ക രഥോത്സവത്തിൻ്റെ ഐതിഹ്യം. ഒറ്റത്തൂക്കവും കുത്തിയാട്ടവും പഴയ വീടമ്മയ്ക്ക് ഗരുഡൻ തൂക്കവും പോലെ തന്നെ പ്രധാനമാണ്. മാതൃതുല്യം ശാന്തയായി തീർന്ന ദേവി കൂടുതൽ സന്തോഷിപ്പിക്കാൻ ദേവീദേവന്മാർ ചേർന്ന് ഒരുക്കിയ ചടങ്ങാണ് പമ്പമേളത്തോടു കൂടിയ അമ്മൻകുടം, കാവടിയാട്ടം, ഒറ്റത്തൂക്കം, കുത്തിയോട്ടം, അമ്മൻകുടം, താലപ്പൊലി, ഗരുഡൻ തൂക്കം എന്നിവ. ഇവയൊന്നും യാതൊരു മുടക്കവും കൂടാതെ ഭക്തജനങ്ങളുടെ വഴിപാടുകളായി ഇപ്പോഴും നടന്നു വരുന്നു. വലിയ വടം കെട്ടിയ രഥം ഭക്തജനങ്ങൾ ഇരുവശവും നിന്ന്
വലിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ഗരുഡനെ ദേവീസന്നിധിയിൽ നിർത്തി ചൂണ്ടമുറിക്കൽ ചടങ്ങ് നടത്തുന്നതോടെ ആ വർഷത്തെ മീനഭരണി ഉത്സവത്തിന് സമാപ്തി കുറിക്കുന്നു. മീനഭരണി നാളിൽ മാത്രം സ്വർണ്ണ നിർമ്മിതമായ അങ്കിയും മറ്റ് തിരുവാഭരണങ്ങളും ദേവിക്ക് ചാർത്തുന്നു. സർവാഭരണ ഭൂഷിതയായ ദേവിയെ കണ്ടു തൊഴുന്നതിന് നാടിൻ്റെ നാലാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ കാലേകൂട്ടിയെത്തുന്നു. നമുക്ക് ഇനി ഗരുഡൻ തൂക്കത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം.
എല്ലാ പ്രിയപ്പെട്ടവർക്കും പഴയ വീട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.